ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഓലൻ ചെയ്താലോ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതേസമയം നല്ല ടേസ്റ്റിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. മാത്രമല്ല നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഓലൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു 500 ഗ്രാം ഇളവൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഏകദേശം ഒരു 500 ഗ്രാം ഉണ്ടാവും. അളവ് പറയുകയാണെങ്കിൽ ഒരു 2 കപ്പ് അളവ്. അത് ഞാനിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓലൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളവൻ ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ളത് എരിവ് കുറവായിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ 5 പച്ചമുളക് എടുത്തത്. എരിവ് കൂടുതലുള്ളതാണെങ്കിൽ 4 എടുക്കുക. ഞാനിങ്ങനെ ചെരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് 200 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇളവന് ഒരുപാട് വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം മതിയാവും. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് നമ്മുടെ ഇളവൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, അടുത്തതായിട്ട് ചേർക്കേണ്ടത് വൻപയറാണ്. ഞാനിവിടെ 1 കപ്പ് വേവിച്ച വൻപയർ എടുത്തിട്ടുണ്ട്. ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. വൻപയർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ കുക്കറിൽ വൻപയർ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടതിന് ശേഷം സിമ്മാക്കി ഒരു 10 മിനിറ്റ് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് വെന്ത് കിട്ടും. വൻപയർ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 200 ml ഗ്ലാസ്സിൽ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി പിഴിഞ്ഞെടുത്തതാണ്. 200 ml ഗ്ലാസ്സിൽ 2ാം പാലാണ്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എപ്പോഴും ചൂട് നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം, ഉപ്പ് കറക്റ്റാണോ എന്ന്. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെക്കേണ്ട. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ 2ാം പാൽ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ 2ാം പാൽ ഇളവനിലേക്കും വൻപയറിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് തീരെ വെള്ളമില്ലാത്ത കട്ടിപ്പാലാണ്. ഏകദേശം 1/2 കപ്പ് കാണും. 1ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കരുത്. തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഈ സമയമൊക്കെ ചൂട് നന്നായിട്ട് കുറച്ച് വെക്കണം. 1ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. കൂടെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ. ഈ 2 എണ്ണം ഒഴിവാക്കരുത്. അതുപോലെ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. അതാണ് ഓലൻ്റെ ടേസ്റ്റ്. ഇല്ലെങ്കിൽ വേറെ എന്ത് ചേർത്താലും ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്, പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. അതാ നമ്മുടെ സദ്യ സ്റ്റൈൽ ഓലൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നാളെ മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു.